ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമ്മൾ കൊടൈക്കനാലിലത്തെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റതും നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു. അപ്പം ഞാൻ എടുത്തതാണിത്. നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഒരുപാട് ലേറ്റായി കിടക്കാൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും എണീക്കുമ്പോൾ ഒരു 8:30-9 മണി ടൈമായി. അപ്പോൾ എണീറ്റ് ഞാൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റൂമിൻ്റെ റേറ്റിൻ്റെ കൂടെ തന്നെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം എല്ലാവരും ഫ്രഷൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഫുഡായിരുന്നു. നല്ല ഇഡ്ഡലി, ദോശ, പൂരി, അതേപോലെ നല്ല ടേസ്റ്റുള്ള ബജ്ജി, കായ ബജ്ജി നല്ല ചൂടോടെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ കോഴിമുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു, ബ്രെഡ്, ജാം, വെണ്ണ, അങ്ങനെ എല്ലതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ നന്നായി കഴിച്ച ശേഷം പിന്നെ നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ എല്ലാവരും ഒന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ നിന്നു കേട്ടോ. ഇതൊക്കെ അല്ലേ ഒരു ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാവരും നിന്ന് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഗുണ കേവിക്കാൻ പോയി. മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടതുകൊണ്ട് തന്നെ ഗുണ കേവ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പിന്നെ ഗുണ കേവ് കാണാൻ പോയി. സിനിമയിലത്തെ അതേ ഷൂട്ടിംഗ് സ്ഥലം, അതേപോലെ അവരുടെ നമ്മളതിൽ കണ്ട പിന്നെ കുറേ ഭാഗങ്ങളൊക്കെയും കാണുമ്പോൾ നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. കുറച്ച് നേരം നല്ലോണം നടക്കണ്ടായിരുന്നു കേട്ടോ. ആദ്യം മാമിയും ഉമ്മയ്ക്കും വരുന്നില്ല പറഞ്ഞു, നടക്കാൻ മടിച്ചിട്ട്. പിന്നെ ഞങ്ങളെല്ലാവരും പ്രഷർ കിട്ടിയപ്പോൾ അവർ വന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു കാട് പോലത്തെ സ്ഥലമായിരുന്നു. അത് കൂടെ കുറച്ച് നടക്കാണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞോര അരുവിയല്ല, അവിടുന്ന് ഉറവ വെള്ളം വരികയാണ്. അങ്ങനെ അതൊക്കെയും കടന്ന് വേണം നമുക്ക് ഗുണ കേവിലെത്താൻ. അതുപോലെ കുരങ്ങന്മാർ നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മെസ്സമോളാണെങ്കിൽ അതൊക്കെ നന്നായി ആസ്വദിച്ചിരുന്നു. അവൾക്ക് നല്ല ഇഷ്ടമായി ഗുണ കേവിലേക്കുള്ള വ്യൂ ഒക്കെ കേട്ടോ. കുരങ്ങന്മാരെയും എല്ലാം കണ്ടിട്ട് അവൾക്ക് ടൈം പോയത് അറിഞ്ഞില്ല. പിന്നെ ഗുണ കേവിലെ മെയിൻ പോയിൻ്റായ ആ മരത്തിൻ്റെ വേരുകളുടെ ഇടയിൽ നിന്നിട്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അതൊരു പ്രത്യേക ഭംഗിയാണ്. ആ മരത്തിൻ്റെ 4 ഭാഗത്തും ഇങ്ങനെ വേരുകൾ പടർന്ന് നിൽക്കുന്നത്. നമ്മൾ സിനിമയിൽ അവരെല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണില്ല, അതേ സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ കുറേ സ്ഥലത്ത് ഗ്രില്ലുകൾ ഇങ്ങനെ വെച്ചിരുന്നു കേട്ടോ. അതായത് നല്ല ആഴമുള്ള സ്ഥലത്ത്, അതേപോലെ അവിടെ കടക്കാൻ പാടില്ല അങ്ങനത്തെ സ്ഥലത്തേക്കും ഗ്രില്ലിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുക ചെയ്തിരുന്നു എല്ലാവരും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം നമ്മുടെ കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവിടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ സിനിമയിൽ ഇങ്ങനെ അവരെല്ലാവരും ഇറങ്ങി പോണ സ്ഥലങ്ങളും അതേപോലെ ഇങ്ങനത്തെ ആ വീഴാൻ പോണ ഭാഗമൊക്കെ ഇങ്ങനെ കണ്ട് അത് എല്ലാവരും ഇങ്ങനെ തമ്മിൽ പറഞ്ഞു ചിരിച്ചു. ശരിക്കുള്ള ഗുണ കേവ് നല്ലോണം താഴെയായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. കടിക്കോട്ടെ അത്.
പെറുക്കി തിന്നാനേ വരുന്നതിന്റെ പിടിക്കാനല്ല അതെന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് നോക്കിട്ടോ. പിന്നെ കുറേ നേരം കുട്ടികൾ അവിടുത്തെ ഭംഗിയും അതേപോലെ നമ്മുടെ കുരങ്ങന്മാരെയും കളിപ്പിച്ചിട്ട് നിന്നു കേട്ടോ. എവിടെ ഞങ്ങൾക്കറിയാം പിന്നെ അത്യാവശ്യം നടക്കാനുള്ള ദൂരം ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ എത്തുമ്പോഴത്തേനും ക്ഷീണിച്ച് വെള്ളത്തിനൊക്കെ ദാഹം തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും സോഡയൊക്കെയും കുടിച്ചിട്ട് ഫ്രഷായി. പിന്നെ കൊടൈക്കനാലിൽ നിന്ന് ഞങ്ങൾ നേരെ കമ്പം തേനി വഴിയാണ് വീട്ടിലേക്ക് വന്നത്. കമ്പം തേനിയിൽ മുന്തിരിത്തോട്ടങ്ങളും കൃഷികളും എല്ലാം കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അവിടെ ഇറങ്ങി. പിന്നെ പോണ വഴിക്ക് തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ടിക്കറ്റ് കൊടുത്തിട്ടാണ് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ആ വ്യൂ പോയിൻറ്റിൻ്റെ മുകളിലേക്ക് കയറി. മുകളിലാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല കാനന ഭംഗിയും മലകളും പിന്നെ മലകളുടെ ഇടയിൽ കൂടെ നല്ലൊരു വെള്ളച്ചാട്ടം കേട്ടോ. വളരെ ദൂരമുണ്ട്, എന്നാലും നമുക്ക് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അതിൻ്റെ ഇടയിൽ ലേക്കും ഉണ്ട് കേട്ടോ. ലേക്ക് ഒത്തിരി അകലെയാണെങ്കിലും കാണാൻ നല്ല വലിയൊരു ലേക്ക് തന്നെയായിരുന്നു. വെള്ളച്ചാട്ടം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. മലകളുടെ ഇടയിൽ കൂടെയുള്ള വെള്ളച്ചാട്ടം. അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മഴ പെയ്ത് വരുന്നത് നന്നായി കാണാമായിരുന്നു കേട്ടോ. കൊടൈക്കനാലിൽ നിന്ന് നേരെ നമ്മുടെ ചേലക്കര തൃശ്ശൂർക്ക് വരാൻ അധികം ദൂരമൊന്നുമില്ല കേട്ടോ. പക്ഷെ കമ്പം തേനി വഴി വരികയാണെങ്കിൽ നല്ലോണം വഴി ചുറ്റിയിട്ടാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ ഉൾഭാഗത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴി ചുറ്റിയിട്ട് മുന്തിരിത്തോട്ടങ്ങൾ അന്വേഷിച്ച് ഉൾഭാഗത്തിലേക്ക് ആദ്യം പോയത്. അവിടെ ഒരു നല്ലൊരു ഫാം കണ്ടു. ആ ഫാമിലത്തെ ആളുടെ അടുത്ത് പെർമിഷനൊക്കെയും ചോദിച്ചിട്ട് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ തുടങ്ങി കേട്ടോ. കുറേ ഭാഗത്ത് വാഴകൃഷി, ഒരുപാട് ഏക്കർ കണക്കിനുള്ള സ്ഥലത്താണ്. കുറേ ഭാഗത്ത് മുന്തിരിത്തോട്ടങ്ങളുണ്ട്, അതേപോലെ കുറേ ഭാഗത്ത് വാഴകൃഷിയുണ്ട്, പിന്നെ മല്ലിയിലയുടെ കൃഷിയുണ്ട്. അങ്ങനെ ഒരുപാട് കൃഷികളാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ പറയണ്ടല്ലോ, എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി കേട്ടോ. നമുക്ക് ഓർമ്മകളൊക്കെ നമുക്ക് എപ്പോഴും നോക്കണമെങ്കിൽ ഇതൊക്കെയല്ലേ ഉള്ളൂ. പിന്നെ മുന്തിരി പച്ചമുന്തിരി ആയിരുന്നു കേട്ടോ. സാധിക്കാരെല്ലാരും കൂടി കഴുത്ത് പിടിച്ചിരുന്നു. മുന്തിരി പിന്നെ എല്ലാവരും ഒന്ന് പൊട്ടിച്ച് ടേസ്റ്റ് ഒക്കെ നോക്കിട്ടോ. പിന്നെ റീൽസൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം എല്ലാവരും ചിരിച്ചും കളിച്ചൊക്കെ നിന്നു കേട്ടോ. ഈ റീൽസിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ
ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റോഡ് സൈഡുള്ള മുന്തിരിത്തോട്ടത്തേക്ക് പോയിട്ടോ. അവിടെ നിന്നും ഇതേപോലെ എല്ലാവരും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ കുറേ നമ്മുടെ മുന്തിരി കൊണ്ടുണ്ടാക്കിയ വൈന്, അതേപോലെ സ്ക്വാഷ്, ജാമ് അങ്ങനത്തെ ഐറ്റംസൊക്കെയും അവിടെ തന്നെ ഫ്രഷായിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ വ്ളോഗ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തി ഷെയർ ചെയ്യണം. അപ്പോൾ ഗുഡ് ബൈ, അടുത്ത വീഡിയോ കാണാം.